ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും. ഇതിനായി പട്ടിക തയ്യാറാക്കാൻ സർക്കാരിന്റെ ഉത്തരവിറങ്ങി. ദുരിതബാധിതരുടെ ധനസഹായത്തിന് പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയും രൂപീകരിക്കാനാണ് തീരുമാനം. വി അരുൺ ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാരിൽ നിന്നുണ്ടാവുന്നത്. അവിടെ ദീർഘനാളുകളായി പ്രദേശവാസികൾ ഉന്നയിച്ച വിഷയമാണ് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്നതടക്കമുള്ള തീരുമാനം. എന്താണ് സർക്കാർ ഉത്തരവിന്റെ വിശദാംശം? പല തരത്തിൽ പല വഴികളിലൂടെ ഈ കാണാതായവർക്കുള്ള തിരച്ചിൽ ആഴ്ചകളോളം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും കൃത്യമായ വിവരം, അതായത് മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളോ കിട്ടാതെയും ഇതുവരെ എവിടെയെന്നറിയാതെയും ഉള്ള ആളുകളുടെ പട്ടിക 35 മുതൽ 39 വരെയാണ് ഏകദേശ കണക്കാണ് ഉള്ളത്. അവരെ മരണപ്പെട്ടവരായി കണക്കാക്കി അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ആശ്രിതർക്ക് നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ ദിനേശ് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ അടുത്ത ബന്ധുവിനെ, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുവിനെ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം ഇന്നത്തെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ആ ധനസഹായം മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ കാണാതായവരുടെ ആശ്രിതർക്കും അടിയന്തരമായി അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനായി കൃത്യമായ ഇവരെ കണ്ടെത്താനായി മരണപ്പെട്ടവരെ കണക്കാക്കുന്നതിന് ഉരുൾപൊട്ടൽ കാണാതായോടെ ബന്ധപ്പെട്ട രജിസ്റ്റർഡ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ആ എഫ്ഐആർ പരിശോധിച്ച് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന കണക്ക് രേഖപ്പെടുത്തി അവർക്ക് അവരുടെ ആശ്രിതർക്ക് ഈ ഒരു സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആ പട്ടിക പരിശോധിച്ച് കൃത്യമായ ശുപാർശ സമർപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാനതല സമിതി ഇത് പരിശോധിച്ച് ഈ അന്തിമ തീരുമാനമെടുക്കും. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അവിടുന്ന് ഉണ്ടാവുന്നത്. അരുണ്, ഈ വയനാട് പുനരധിവാസ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണല്ലോ. അവിടെ ടൗൺഷിപ്പ് നിർമ്മാണം അടക്കമുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണോ ഈ നീക്കം കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്നത്? തീർച്ചയായിട്ടും കൃത്യമായ ഒരു കണക്കെടുപ്പ് വൈകാതെ ഉണ്ടാകും. എത്ര പേർക്കാണ് വീട് വെച്ച് നൽകേണ്ടെന്ന കണക്കെടുപ്പ് അത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അത് പറയാം എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ആ സമയം ആകുന്നു. അതുകൊണ്ടാണ് ഇനി എത്ര പേർക്ക് കൂടി ഈ ഒരു സഹായം ലഭ്യമാകണം എന്ന കാര്യത്തിൽ സർക്കാർ വളരെ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. കാണാതായവരുടെ കണക്ക് കൂടി കൃത്യമായി കിട്ടിയാൽ മാത്രമേ എത്ര പേർക്ക് കൂടി വീട് നൽകേണ്ടി വരും, എത്ര പേർക്ക് കൂടി മറ്റ് സാമ്പത്തിക സഹായം നൽകേണ്ട കാര്യം സർക്കാരിന് കൃത്യമായ കണക്കുണ്ടാകുള്ളൂ. ആ നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് തീരുമാനമുണ്ടാവുന്നത്. എന്തായാലും കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. ഇത് സംബന്ധിച്ച റവന്യൂ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഒപ്പം സർക്കാർ ഇതിന്റെ തുടർ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. അങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് അവരുടെ ആശ്രിതർക്ക് കൂടുതൽ ആശ്വാസകരമാവുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നു.